അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ കേട്ടോ. വിഷുവായിട്ട് വിഷു വ്ളോഗില്ലാതെ എന്താഘോഷം അല്ലേ. നമ്മുടെ വിഷുവിൻ്റെ ആഘോഷമൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടെ വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ നമ്മൾ നേരെ ദുബായിലുള്ള അൽബാഷ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലേക്കാണ് പോയത്. നമ്മുടെ ബബക്കുട്ടിക്ക് എല്ലാ തവണയും ചെറിയൊരു ഗോൾഡ് കോയിനാണ് കേട്ടോ വിഷു കഴിഞ്ഞിട്ടായിട്ട് കൊടുക്കാറ്. ചെറിയൊരു സേവിങ്സ് അല്ലേ അത്. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഒരു ചെറിയൊരു കോയിൻ മേടിക്കും. അവളുടെ കോയിൻ മേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ വിഷു പർച്ചേസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളിവിടെ വിഷുവിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ എടുക്കാൻ വന്നു. ഇവിടെ കണിക്കൊന്നയൊക്കെ വന്ന് ഇങ്ങനെയാണ് കേട്ടോ. നല്ല വിലയായിരിക്കും. പക്ഷെ നമുക്ക് വേറൊരു നിവൃത്തിയില്ലാത്ത കാരണം നമ്മൾ കിട്ടണയൊക്കെ എടുത്തുകൊണ്ട് വരും. കണിവെള്ളരി, പിന്നെന്താണ് കുഞ്ഞി തണ്ണിമത്തൻ, പിന്നെന്താണ് വാഴയിലില്ലാതെ എന്താഘോഷം. വാഴയില വേണമല്ലോ നമുക്ക് സദ്യ കഴിക്കാനായിട്ട്. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് ഗൈസ്. പക്ഷേ എന്നാലും വിഷു വ്ളോഗിനൊന്നും മുടക്കം വരത്തില്ല. നമ്മൾ വിഷുവിൻ്റെ ഐറ്റംസൊക്കെ മേടിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു പൂജ സ്റ്റോറിലേക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട കണിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനം തന്നെ ഇവിടെ കിട്ടും. അതിൻ്റേതായിട്ടുള്ള റേറ്റ് വരും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞ് മാങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്, തണ്ടേപ്പാടി. ഇതൊക്കെ അല്ലേ ആ വിഷുക്കണി സെറ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു ഭംഗി. ഇവിടെ ഇങ്ങനെ ഹാമ്പേഴ്സായിട്ട് വരും കേട്ടോ വിഷു സെറ്റ്. നമ്മളൊന്നും പോയി തപ്പി നടന്ന് സമയം കളയണ്ട. ഫുൾ സെറ്റേപ്പാടി അങ്ങനെ വരും. പക്ഷെ ഞാൻ ഓരോന്നും ഹാൻഡ് പിക്കാണ് ചെയ്തത്. നമുക്കതാണല്ലോ ആ ഒരു സന്തോഷം കിട്ടുന്ന പരിപാടി. ബബുക്കുട്ടിക്ക് മയിൽപ്പീലിയൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തിരുവിടയുടെ ഇതൊന്നും വീട്ടിലില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചു വന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ബബുക്കുട്ടി അച്ഛയും കൂടിയാണ് വിഷുക്കണിയൊക്കെ ഒരുക്കണത്. എനിക്കാണെങ്കിൽ വിഷുവിൻ്റെ തലേന്ന് തന്നെ ചെറിയ പനിയൊക്കെ കയറി പിടിച്ചു. അത് കാരണം ഞാനൊന്നിലും അങ്ങനെ പങ്കെടുത്തില്ല. അച്ഛയും മോളും കൂടിയാണ് എല്ലാം സെറ്റാക്കിയത്. പിന്നെ രാവിലെ എണീറ്റ് അവൾ കുളിച്ച് റെഡിയായി. എന്താ പറയുക, കണി കാണാനായിട്ട് റെഡി ആയിട്ടിരിക്കേണ്ട അവളെ ഞാൻ ബെഡ്റൂമിൽ തന്നെ ഇരുത്തിയൊക്കെയാണ് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഭംഗിയായിട്ട് കൊണ്ടുവന്ന് തൊഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവളുടെ വിഷുക്കണിയൊക്കെ രാവിലെ തന്നെ കണ്ടു കേട്ടോ. അവളാണല്ലോ സെറ്റ് ചെയ്തത്. അപ്പോൾ തന്നെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സന്തോഷമല്ലേ എല്ലാം. വിഷുക്കണി കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭംഗിക്കൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. എന്തായാലും ബബുക്കുട്ടി ഹാപ്പി ആയിട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്രവാസികളുടെയൊക്കെ വിഷു ഓണം ആഘോഷമൊക്കെ ഉണ്ടല്ലോ 2-3 മാസം മുന്നേ തന്നെ തുടങ്ങും കേട്ടോ. നമ്മളെ നാട്ടിൽ നിന്ന് ഓണക്കോടിയാണെങ്കിലും വിഷുവിനുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിലും ഇവിടേക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻസ് സത്യം പറഞ്ഞാൽ ഒരു 3 മാസം മുന്നെങ്കിലും തുടങ്ങും. അങ്ങനെയൊക്കെയാണ് ഈ ഡ്രസ്സ് ഞാൻ അതേപോലെ ഇവിടേക്ക് എത്തിച്ചതാണ്. നമ്മുടെ ബബുക്കുട്ടിക്ക് മേടിച്ച വിഷുക്കൈനീട്ടും കൊടുത്തു. വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്ത് അച്ഛമ്മേനെയൊക്കെ കാണിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വിഷുക്കണിയും വിഷുക്കോടിയും ചെറിയ വിഷുസദ്യ പറ്റണ പോലെയൊക്കെ ഉണ്ടാക്കി. അങ്ങനെയായിരുന്നു നമ്മുടെ വിഷു ആഘോഷം ഇന്നത്തെ ദിവസം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഒരിക്കൽ കൂടി. ബൈ ബൈ.